പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇവരില്ലായിരുന്നെങ്കിൽ കത്തോലിക്ക സഭ ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ള അടിസ്ഥാനമില്ലാത്ത അവകാശവാദങ്ങളൊന്നും വേണ്ട. ഇവരില്ലായിരുന്നെങ്കിലും കർത്താവ് സഭ സ്ഥാപിക്കുമായിരുന്നു, അതിനെ ഉയർത്തുമായിരുന്നു, അതിനെ ഇങ്ങനെ തന്നെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുമായിരുന്നു. പക്ഷേ ഇവരിലൂടെ കർത്താവ് പ്രവർത്തിച്ച അത്രയൊന്നും വേറൊരാളിലൂടെയും പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇന്ന് വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ്റെയും പൗലോസ് അപ്പോസ്തലൻ്റെയും തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. ഇപ്പോൾ ഈ വർന്നുള്ള വാക്കിന് ഉള്ള ഗുരുത്വം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു കാരണവശാലും ചിന്തിക്കേണ്ട. ശരിയാണ്, അവർ അത്രയ്ക്ക് കത്തോലിക്ക സഭയിലെ ശ്രേഷ്ഠരായിട്ടുള്ള സ്ലിഹന്മാരാണ്. അവരിലൂടെ ഇങ്ങനെ ലോകം മുഴുവൻ കർത്താവിൻ്റെ വാക്കുകൾ അറിയപ്പെട്ടിട്ടുണ്ട്, കർത്താവ് അറിയപ്പെട്ടിട്ടുണ്ട്. ഈശോയെപ്പറ്റി ലോകം മുഴുവൻ പ്രതിസന്ധികളുടെ നടുവിലും മനസ്സ് തകർന്നു പോകാതെ മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ പ്രചോദിപ്പിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കർത്താവ് കെസറിയ ഫിലിപ്പി പ്രദേശത്ത് വെച്ച് ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? രണ്ട് ചോദ്യങ്ങൾ. അതിനകത്ത് വ്യക്തമായും തെളിഞ്ഞ ബോധ്യത്തോടുകൂടെയും പത്രോസ്ലീഹ വിളിച്ചു പറയുന്നുണ്ട്, നീ സജീവ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഇത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വിളിച്ചു പറഞ്ഞൊരാൾ, അത് ലോകത്തിൻ്റെ അതിർത്തികളോളം ഇതേ സത്യം എത്തിച്ചൊരാൾ. അങ്ങനെയാണ് പത്രോസ്ലീഹയും പൗലോസ്ലീഹയും ഇങ്ങനെ വളരെ ലിങ്ക്ഡ് ആവുന്നത്, കണക്റ്റഡ് ആവുന്നത്. നീ സജീവ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് വേറൊരാളും ഇങ്ങനെ മിണ്ടാൻ ധൈര്യം കാണിക്കാതിരുന്ന നിമിഷങ്ങളിൽ വിളിച്ചു പറയാൻ കാണിച്ച പത്രോസ്ലീഹയുടെ ധൈര്യം, അതിങ്ങനെ ലോകത്തിൻ്റെ അതിർത്തികളോളം എത്തിക്കാൻ, ആ സത്യത്തിൻ്റെ പ്രഭയുമായി ഏത് നാട്ടിൽ വേണമെങ്കിലും നിർഭയം ഓടിയെത്താൻ ഉണ്ടാകാൻ ധൈര്യമുണ്ടായിരുന്ന പൗലോസ്ലീഹ. രണ്ടുപേരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. കർത്താവെ, നീ ആരാണെന്ന് ഉള്ളു തുറന്ന് വിശ്വസിക്കാനും വിശ്വസിച്ച ഈ സത്യത്തെ തെളിമയോടും ബോധ്യത്തോടും കൂടെ എല്ലാവരോടും ഏറ്റുപറഞ്ഞ് പ്രഘോഷിക്കാനും ഞങ്ങൾക്കിടവരുത്തണമേ എന്നൊന്ന് പ്രാർത്ഥിക്കണം. കെസറിയ ഫിലിപ്പി നമുക്കറിയാം, പല സംസ്കാരങ്ങളുടെ ഒരു കൂടിച്ചേരലിൻ്റെ സംഗമസ്ഥാനമാണ്. ഏതാണ്ട് 9ഓളം പ്രതിഷ്ഠകൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിന് നടുവിൽ നിന്നുകൊണ്ടാണ് ദേവന്മാരുടെ എന്ന് അവർ കരുതിയിരുന്ന 9ഓളം പ്രതിഷ്ഠകളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് ദൈവം മനുഷ്യരൂപം പൂണ്ട കർത്താവിൻ്റെ ചോദ്യം നമ്മൾ കേൾക്കുന്നത്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയണേ, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയണേ? ഈ സജീവ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണെന്ന് പറയാൻ പറ്റത്തക്ക വിധത്തിൽ ആ ഒരു ബോധ്യം കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. എന്നിട്ട് വെറുതെ ഇരുന്നാൽ പോരാ. എൻ്റെ ഉള്ളിൽ കിട്ടിയ കർത്താവിനെ വിളിച്ചു പറയാൻ വിശുദ്ധ പൗലോസ്ലീഹയെ പോലെ ഓടി നടന്നേ പറ്റും. അതേത് പാതിരാത്രിയിലാണെങ്കിലും എത്ര ദൂരത്താണെങ്കിലും. കർത്താവെ, അങ്ങയെ സജീവ ദൈവത്തിൻ്റെ പുത്രനായി തിരിച്ചറിയാൻ അനുഗ്രഹിക്കണേ എന്ന് അനുഭവിച്ചറിഞ്ഞ് അങ്ങയെ ലോകാതിർത്തികൾ വരെ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടുള്ള സംരക്ഷണം നൽകി ഞങ്ങളെ മുന്നോട്ട് നയിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. വിശുദ്ധ പത്രോസ്ലീഹയും വിശുദ്ധ പൗലോസ്ലീഹയും ദ പില്ലേഴ്സ് ഓഫ് ദി കാത്തലിക് ചർച്ച് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. രണ്ട് സഭയെ താങ്ങി നിർത്തുന്ന കണക്കിന് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച മനുഷ്യർ, പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടി ജീവിച്ച മനുഷ്യർ, ഞങ്ങൾക്ക് അതിന് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. തമ്പുരാൻ്റെ വലിയ സംരക്ഷണവും സഹായവും ഞങ്ങൾക്ക് ലഭിക്കട്ടെ. അങ്ങയെ ദൈവമായി മനസ്സിലാക്കാനും ആരാധിക്കാനും വിളിച്ചു പറയാനും വേണ്ട അനുഗ്രഹത്തിന് ആശീർവാദം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ,
ആഴി തന്നഗാധത്തേക്കാൾ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സഭയെ നയിക്കാനായി കർത്താവെ അങ്ങ് തിരഞ്ഞെടുത്ത ഈ മഹാവിശുദ്ധന്മാരുടെ തിരുനാളിൽ ഇവരെത്രമാത്രം അങ്ങയോട് സ്നേഹം കൊണ്ടടുത്തിരുന്നോ, ഇവർക്ക് എത്രമാത്രം അങ്ങയെ അനുഭവിക്കാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചോ, അതിനൊക്കെ വേണ്ടി തന്നെ ഞങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രാത്രിയിൽ കാത്തിരിക്കുന്നു. കർത്താവെ, കടന്നു വരണമേ, ആശീർവദിക്കണമേ. ആമേൻ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.